ഒരുപാട് മോശം സിനിമകൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ലൊരു സിനിമ ഇറങ്ങിയാൽ പോലും ആരും അറിയപ്പെടാതെ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആയിപ്പോയി ബോളിവുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ബോളിവുഡിൽ ഇറങ്ങിയ നല്ലൊരു സിനിമയാണ് അഗ്നി എന്ന് പറയുന്നത്. ഇതിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് സ്കാം 1992 അഭിനയിച്ചിരിക്കുന്ന പ്രതീക് ഗാന്ധിയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ. ഇദ്ദേഹത്തിന് ഒരു അളിയനുണ്ട്, അയാൾ ഒരു പോലീസുകാരനാണ്. അങ്ങനെ ഇവർക്കിടയിലുള്ള ചെറിയ ഈഗോ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഈഗോ അല്ല ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇവരുടെ ആത്മാർത്ഥത, ഇവർ ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ വളരെ സത്യസന്ധനായ, എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന, അദ്ദേഹത്തിന്റെ ജോലിയെ വളരെ പവിത്രതയോടെ കാണുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഉണ്ടാകുന്ന അയാൾ ഓരോ തീപിടുത്തത്തിനും എന്ത് കാര്യമുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു അപകടം നടന്നാൽ ആദ്യം ഓടിയെത്താൻ ശ്രമിക്കുന്ന ആളാണ് ഈ പ്രദീപ് ഗാന്ധിയുടെ ക്യാരക്ടർ. അങ്ങനെ ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഇയാൾക്ക് സംശയം തോന്നുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാൾക്ക് അതിലെല്ലാം ഒരു സംശയം തോന്നുകയാണ്. അതുപോലെ തന്നെ ഇയാളുടെ അളിയനായ പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ, അയാൾക്കും ഇതുപോലെ പലയിടത്തും സംശയങ്ങൾ തോന്നുകയാണ്. ഇതിന് പുറകിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് തോന്നുകയാണ്. ഇവർ രണ്ടുപേരും രണ്ട് വഴിയിൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു ത്രില്ലർ മൂവിൽ പോകുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. പക്ഷെ പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി അല്ല. ഇത് വേറൊരു പാറ്റേണിലൊക്കെ തുടങ്ങി അവസാന ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനിലൊക്കെ പോകുന്ന നല്ല ഒരു സിനിമയാണ്. അധികാരം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നി ഈ സിനിമയെ പറ്റി. കാരണം ഒരുപാട് മോശം സിനിമകൾ കഴിഞ്ഞ വർഷം ബോളിവുഡിൽ ഇറങ്ങി. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നല്ല സിനിമ ഇറങ്ങിയിട്ടും ആരും അറിയപ്പെടാതെ പോകുന്നത്. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഒന്ന് കണ്ടു നോക്കാം.